നമസ്കാരം. അങ്കമാലി ഡയറി കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പേട്രിയറ്റിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. പേട്രിയറ്റ് റിലീസായി, പക്ഷേ റിലീസിങ്ങിനെ കുറിച്ചുള്ള യാതൊരുവിധ വാർത്തകളും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. അത് കാരണം കൊണ്ടല്ല, ഇത്തിരി തിരക്കുകൾ, ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് വർക്കുകൾ ഞങ്ങൾ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കുള്ളൊരു മാസങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ ഇതാ കുറേ ഹോളി കമ്മ്യൂണിയൻ, വെഡ്ഡിങ്, അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സീസണാണ്. അതുകൊണ്ട് തന്നെ വർക്കിനിടയിൽ പല സിനിമകളും കാണാൻ സാധിച്ചിട്ടില്ല. പേട്രിയറ്റിൻ്റെയും സിനിമ കാണുവാനും സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ റിവ്യൂസ് നമ്മൾ സുഹൃത്തുക്കൾ വഴിയൊക്കെ നമ്മൾ അറിഞ്ഞു. എങ്ങനെയാണെങ്കിലും സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ തിരക്കില്ലാത്തൊരു സിനിമ എന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. കാരണം മമ്മൂട്ടി, മോഹൻലാൽ ഈ രണ്ടുപേരെ കൂടാതെ മലയാള സിനിമ അതിജീവിച്ച ചരിത്രമില്ല. കാരണം പുതിയ താരങ്ങളൊക്കെ വന്നാലും പുതിയ സംവിധായകരും പ്രതിഭാധനരായിട്ടുള്ള പല തിരക്കഥാകൃത്തുക്കളും വന്നിട്ട് കൂടി ഇപ്പോഴും മമ്മൂക്കയും മോഹൻലാലും അങ്ങനെ നിൽക്കുകയാണ്. ലാലേട്ടനും മമ്മൂക്കയും ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ നിൽക്കുകയാണ്. അവരുടെ റെക്കോർഡുകൾ അവിടെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ റെക്കോർഡുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഇതാ പുതിയ താരങ്ങൾ പൊളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അദ്ദേഹം പിടിച്ചടക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ യുവതാരങ്ങളുമായിട്ട് ഈ ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയാകട്ടെ അദ്ദേഹത്തിൻ്റെ അഭിനയ സൗന്ദര്യം വിട്ടുകൊടുക്കുന്നില്ല. അദ്ദേഹം പുതിയ പുതിയ അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ട് പുതിയ ഖ്യാതിയുടെ പുതിയ നേട്ടങ്ങളും പടവുകളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡുകൾ വലിയൊരു ഹരമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടുള്ള പാഷൻ എന്താണെന്നൊക്കെ അറിയാം. വ്യത്യസ്തമായിട്ടുള്ള സിനിമ അഭിനയങ്ങൾ കളങ്കാവൽ വരെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് വ്യത്യസ്തതകളാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഫ്രഷ്നെസ്സിനൊന്നും കുറവില്ല. ചിത്രത്തിൻ്റെ കളക്ഷൻ ഇപ്പോൾ 3 ദിവസം പിന്നിടുമ്പോൾ 63.60 കോടി രൂപയാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ദിവസത്തെ റിപ്പോർട്ടുകൾ ഇന്നലെ വന്നു കാണും. വെള്ളി, ശനി, ഞായർ, ഇത് തിങ്കളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു 80 കോടിക്കടുത്തുള്ളൊരു തുക ഇതുവരെ നേടിക്കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അത് മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു കളക്ഷൻ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റ കാരണങ്ങളും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ സിനിമയ്ക്ക് മീഡിയ OTT പ്ലാറ്റ്ഫോം അത് വാങ്ങിയിരിക്കുകയാണ്. ചാനലിൻ്റെ കയ്യിലാണ് ചിത്രത്തിൻ്റെ സംരക്ഷണാവകാശമൊക്കെ ഉള്ളത്. വലിയൊരു തുകയ്ക്കാണ് അത് നേടിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. മെയ് അവസാനമോ ജൂൺ ആദ്യത്തിലോ ചിത്രം OTT റിലീസിംഗ് സ്ട്രീമിങ്ങിന് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും സിനിമ വലിയൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കളക്ഷൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ് 100 കോടി പിന്നിടുമെന്നാണ് അറിയുന്നത്. 100 കോടിയാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 200 കോടിക്ക് മുകളിലൊരു കളക്ഷൻ ചിത്രം നേടിയെടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും മറ്റുള്ള വാർത്തകൾ പിന്നീട് വരാം. ബൈ.